ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളൊരു മോൾഡ് ഇല്ലാതെ ഐസിങ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഇതിന് ഏതൊക്കെ നോസിൽസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വീഡിയോസും കളേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് 6 ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കട്ടർ എടുത്തിട്ട് അതിന് പാകത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ടർ മാറ്റിയിട്ട് നമ്മളെ ഡോളിൻ്റെ ആ ഒരു ഭാഗം അതുപോലെ റൗണ്ട് കട്ട് ചെയ്തത് ഇങ്ങനെ ചെരിച്ച് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇനി ഈ ഒരു പീസ് മറ്റേ പീസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാവരും കാണുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ ബാക്കി ആ ഒരു ലെയറിൻ്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. പീസസ് ഒന്നും നമ്മൾ കളയണ്ട, പീസസൊക്കെ നമുക്ക് ഇതിന് ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റ് ലെയേഴ്സും കൂടെ ഒന്ന് ഒപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മുകളിൽ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് താഴ്ഭാഗത്തോട്ടും ഇത് ഇങ്ങനെ സ്ലൈസ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെരിച്ച് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് 2 ലെയേഴ്സ് മാത്രം അങ്ങനെ ചെരിച്ചാൽ മതി, ബാക്കി സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കട്ടെ. അത് നമുക്ക് നല്ല പോലെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പീസസ് കട്ട് ചെയ്ത് കളയുന്ന പീസസ് ഒന്നും കളയരുത്, അത് നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ ഇത് ഞാൻ 1/2 kgയുടെ 2 സ്പഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്ക് ബോർഡിൽ ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഏതാണോ വെച്ചത് ആ ഒരു ലെയർ തന്നെ നമ്മൾ ഫസ്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യുക. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആ പീസസ് ഒന്നും കളയുന്നില്ല. നമ്മുടെ മുഴുവൻ ലെയേഴ്സും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതും കൂടെ ഈ ഒരു കേക്കിൽ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതലൊന്നും നമുക്ക് കേക്കിൽ വേസ്റ്റായി പോകാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡോള് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ ലെയേഴ്സും നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്ന വീഡിയോയും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ എൻ്റെ ഡോൾ കേക്കിൽ. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അതൊക്കെ പോയിട്ടൊന്ന് കാണാം. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ക്രീം അല്പം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഭാഗം ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് അവിടെ നമ്മളിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക. ഇതേ കണ്ടോ, താഴെയും അതുപോലെ തന്നെ നല്ല വീതി കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് വിടുത്ത് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് നമ്മൾ ഐസിങ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് മോൾഡിൽ ചെയ്തതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മുടെ ഡോൾ കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പീസ് പോലും വേസ്റ്റായി പോവില്ല. നമ്മുടെ സ്പഞ്ചിൻ്റെ പീസസ് ഒന്നും വേസ്റ്റായി പോവില്ല. പിന്നെ ഒരു കാര്യം, ആദ്യമേ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആ കട്ട് പീസസ് വെച്ച് കൊടുത്ത അവിടെ ആദ്യം ഒന്ന്
ഷേപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് ചാടിപ്പോരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ക്രീം അപ്ലൈ ചെയ്യുക. നമ്മൾ എവിടെയാണോ നമ്മുടെ പീസസ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ ക്രീം അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എല്ലായിടത്തും ക്രീം അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ഇത് ഒരു സ്ക്രാപ്പർ അല്ല, ഇതൊരു ടാഗാണ്. നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു ടാഗാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോൾ കേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് നല്ല പോലെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് വളക്കാനും അങ്ങനെ നമുക്ക് വേണ്ട രീതിയിലൊക്കെ ആക്കിയെടുക്കാനും ഒക്കെ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടാഗ്സ് ഇല്ലേ, അതൊക്കെ നന്നായിട്ട് നമുക്ക് ഈ ഒരു ഡോൾ കേക്ക് ഐസിങ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ക്രം കോട്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ നമ്മളൊന്ന് സെറ്റാവാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഐസിങ് തീർന്ന് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുന്നത്. നമ്മൾ കൈവച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റില്ല, അതിനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. ഇനി നമ്മൾ വാങ്ങിക്കുന്ന ഒരു സ്ക്രാപ്പർ ആണെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ഉയരം ഉള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതിനൊരു കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ വൈറ്റ് തന്നെ കൊടുത്തത് കഴിക്കാൻ ടേസ്റ്റ് എപ്പോഴും വൈറ്റ് ക്രീമിനായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് നമ്മളൊരു ഗ്രേ കളറാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രോപ്പ് ബ്ലാക്ക് നമ്മുടെ വൈറ്റ് ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ക്രീം ലാസ്റ്റ് ഒരു ചെറിയ ലെയറായിട്ടേ വരുള്ളൂ. ഇങ്ങനെ നമ്മൾ സ്ക്രാപ്പറുമ്മ മൊത്തത്തിലെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ലെയറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ വൈറ്റിൻ്റെയും ഗ്രേയുടെയും ഒരു കോമ്പിനേഷൻ വെച്ച ഒരു കളറായിരിക്കും കിട്ടുക. അപ്പോൾ വളരെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ഈ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലായിടത്തും സ്ക്രാപ്പറുമ്മ മൊത്തത്തിൽ ആ നീളത്തിനനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ എല്ലായിടത്തും ആ ഒരു കളറ് വരികയും ചെയ്യും. പക്ഷേ ഉൾഭാഗം നല്ല വൈറ്റ് ക്രീമും ആയിരിക്കും. അപ്പോൾ കഴിക്കാൻ ഒരിക്കലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനും പിന്നെ അതുപോലെ തന്നെ ഗ്രേൻ്റെ അതുപോലെ നമ്മുടെ വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ വരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്.
ഇനി നമ്മളിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കേക്കിലോട്ട്. പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അടുപ്പിച്ച് പതുക്കെ ഒന്ന് മുട്ടിച്ച് കൊടുക്കുക നമ്മുടെ സ്ക്രാപ്പർ. ദേ കണ്ടോ, ഇപ്പം നല്ലൊരു ഡിസൈനായി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ താഴ്ഭാഗം കൂടി നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഡോള് ഇതിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോളായതുകൊണ്ട് നമുക്ക് കുത്തി വെച്ചാൽ മതി. അല്ല നമ്മുടെ കയ്യിൽ കാലൊക്കെയുള്ള ഒരു ഡോളാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കറക്റ്റായിട്ട് ഹോള് ആദ്യമേ നമ്മൾ ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് കേക്ക് സ്പഞ്ച് കട്ട് ചെയ്ത് വെക്കുമ്പോഴേ നമ്മൾ അതിനൊരു ഹോള് ചെയ്ത് കൊടുക്കണം. ഇതേ കണ്ടോ, ഇതുപോലെ താഴ്ഭാഗം കൂടെ നമുക്കൊന്ന് നമ്മുടെ സ്ക്രാപ്പർ പതുക്കെ ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റിൻ്റെയും ഗ്രേയുടെയും ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ കേക്കിന് നല്ല പോലെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഞൊറിഞ്ഞിട്ടായിരിക്കും അത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഞൊറിവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഞൊറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഭംഗി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ പൈപ്പിംഗ് നോസിലാണ്. എന്നിട്ട് നമ്മളിതിന് ആദ്യം ഒരു ടോപ്പ് വരഞ്ഞു കൊടുക്കാം. ഇതേ കണ്ടോ, ഇങ്ങനെയാണ് വരഞ്ഞെടുക്കുന്നത്. ആ ഒരു നോസിൽ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ടോപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിലൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രോക്കിനൊരു മുകളിലോട്ടൊരു വള്ളി പോലെ കൊടുക്കാം. ഇപ്പോൾ ഓക്കെ, ഫ്രോക്കിൻ്റെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫ്രോക്കിൽ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു പെർഫെക്ഷൻ ആയിരിക്കും ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കൊടുക്കാം. നമ്മൾ ചെയ്ത ആ ഒരു കളർ തന്നെ ആവുമ്പോൾ അതൊന്നും കൂടെ പെർഫെക്ഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഡോട്ട്സ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനോടെ തന്നെ കിട്ടും. ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഡോട്ട്സ് ഈ ഒരു ഫ്രോക്കിൽ ആഡ് ചെയ്യാം. ഒരേ രീതിക്ക് തന്നെ വേണം എന്നൊന്നുമില്ല, എല്ലാ രീതിക്കും നമുക്ക് ഇത് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡോട്ട്സും ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടോ നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ ഒരു ലുക്ക് നമുക്ക് നല്ല പോലെ കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൽ. ഇനി നമ്മൾ കളർ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രീം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വന്ന ക്രീം വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഡെക്കറേഷൻ ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറും പിന്നെ നമ്മൾ റാസ്ബെറി റെഡും യെല്ലോയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാണ്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു കളറാണ് ഞാനിവിടെ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ റോസെറ്റിൻ്റെ നോസിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ലൈൻസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു റോസെറ്റിൻ്റെ നോസിൽ കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. നിങ്ങളുടെ കമൻസൊക്കെ വളരെയധികം മോട്ടിവേഷൻ ആവുന്നുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും നല്ല കമൻസും എല്ലാം എഴുതി കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഇതെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പോലെ ഒന്ന് പരിശ്രമിക്കണം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു നമ്മുടെ ഫ്രോക്കിൻ്റെ ക്രീം, ബാക്കിയുള്ള ക്രീം നമ്മൾ ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ആ ഒരു റോസെറ്റിൻ്റെ നോസിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇടവിട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രോക്കിന് ഒരു ടോപ്പിൻ്റെ അവിടെ ഒരു റോസിൻ്റെ നോസിൽ വെച്ചിട്ടാണ്, നൂറിൻ്റെ 44 നോസിൽ വെച്ചിട്ടാണ് ഈ ചെയ്തത്. അതും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാറിൻ്റെ ഒരു മീഡിയം സൈസ് നോസിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഡോട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴ്ഭാഗത്തും കൂടെ ആ ബാക്കിയുള്ള ആ ഒരു ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കളർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കളേഴ്സ് തന്നെ അത്രയും അങ്ങോട്ട് ടോപ്പായിട്ട് കൊടുക്കാതെ ചോക്ലേറ്റിൻ്റെ കളർ അല്പം കുറച്ചിട്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇനി നമ്മുടെ വൈറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, വൈറ്റും കൂടെ ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ മീഡിയം സൈസ് സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും നമ്മൾ ഡോട്ട്സ് ഇടവിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ കൊടുത്തിട്ടാൽ ഞാൻ എപ്പോഴാണോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനിയും നല്ല വീഡിയോസുമായി കാണാം. ഓക്കെ, ബൈ.